ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ വിശുദ്ധനായ ചാവറ പിതാവിൻ്റെ പെരുന്നാളാണല്ലോ. അപ്പോൾ അവിടുത്തെ മാന്നാനം പള്ളി, അവിടുത്തെ വിശുദ്ധൻ്റെ നമ്മൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ വിസിറ്റ് ചെയ്ത കാര്യമൊക്കെ, അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാവറാച്ചൻ്റെ പള്ളി സ്ഥിതി ചെയ്യുന്ന കോട്ടയം രൂപതയിലാണ്. മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കയറുന്ന എൻട്രൻസിൽ തന്നെ വിശുദ്ധ അൽഫോൻസാമയുടെ അടുത്ത് ചാവറാച്ചൻ വന്ന് നിൽക്കുന്ന രൂപം, അതിമനോഹരമായ ഒരു ഗോൾഡൻ കളറിൽ കുത്തിയിരിക്കുന്ന ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. പള്ളിക്കകമാണെങ്കിൽ തന്നെ നല്ല അതിവിശാലമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചാവറാച്ചൻ്റെ ശവകുടീരം അവിടെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ചാവറാച്ചൻ്റെ സ്റ്റാച്ചു, അതുപോലെ തന്നെ ചാവറാച്ചൻ്റെ ഒരു റൂമുണ്ട് അവിടെ. അതിനകത്ത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ചാവറാച്ചൻ യൂസ് ചെയ്ത കട്ടിലും കസേരകൾ, പാത്രം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ചാവറാച്ചൻ തന്നെ രൂപപ്പെടുത്തിയ ഒരു റൂമാണ് അത്. ചാവറാച്ചൻ പണിത റൂം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ, അന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ചാവറാച്ചൻ യൂസ് ചെയ്ത് ഇന്ന് വിശുദ്ധനായിരിക്കുന്ന ഈ അവസ്ഥയിൽ ധാരാളം തീർത്ഥാടകർ അവിടെ വരികയും ഇതെല്ലാം കാണുകയും നമ്മൾ തൊട്ട് വണങ്ങുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചാവറാച്ചൻ ഓരോരുത്തർക്കും നൽകിയ ഓരോ ഉപദേശങ്ങൾ ഭിത്തികളിൽ അവർ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തിരുക്കുടുംബത്തിൻ്റെ രൂപവും യേശുപിതാവിനോടുള്ള ഭക്തി, ഇതിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ചാവറാച്ചൻ്റെ ആ ഒരു ഫാമിലി എവിടുന്ന് എവിടം വരെയാണെന്നുള്ളത് വ്യക്തമായിട്ടൊരു ട്രീയുടെ രൂപത്തിൽ അവർ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാവറാച്ചനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് ബന്ധം ചാവറാച്ചനുമായിട്ടുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് ചാവറ സ്കൂൾ അവിടെ കോളേജിൽ, മാന്നാനം കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ ചാവറ പള്ളിയിൽ പോവുകയും ചാവറാച്ചൻ്റെ മാധ്യസ്ഥം ഒരുപാട് നേടുകയും യാചിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഓരോ വെക്കേഷൻ ചെല്ലുമ്പോഴും നമ്മൾ തീർച്ചയായും ഈ പള്ളിയിൽ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഹസ്ബൻഡിൻ്റെ മാമോദിസ പേരും കുര്യാക്കോസ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും കുര്യാക്കോസ് പിതാവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ആ മാധ്യസ്ഥ പ്രാർത്ഥന ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ ചാവറാച്ചൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിൻ്റെ അമൂല്യമായ അന്ത്യസന്ദേശങ്ങൾ എന്നാണ് ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അന്ന് ചാവറാച്ചൻ വാഴ്ത്തപ്പെട്ടതായിരുന്നു, എന്നാൽ ഇപ്പോൾ വിശുദ്ധനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കും എന്നാണ്. 2, വഴക്കുകൾ തീർക്കുന്നതിന് നിവൃത്തിയുണ്ടെങ്കിൽ സർക്കാരിൽ പോകാതിരിക്കുകയാണ് നന്ന് എന്നാണ്. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ചയും തിരുനാൾ ദിവസങ്ങളും സുഖാനുഭൂതിക്കായി നീക്കിവെക്കാതെ ആ ദിവസങ്ങളിൽ ദൈവത്തോടു കൂടി ആശ്വസിക്കുക എന്നാണ്. 4മതായി പറഞ്ഞിരിക്കുന്നത് ഉത്തരിപ്പ് കടം ഉണ്ടാകാതെ സൂക്ഷിക്കുക, ഉള്ളത് ഉടനെ വീട്ടുക. 5, ദ്രവ്യമുള്ളവനെന്ന ഭാവം വർജിക്കുകയാണ് ബുദ്ധിപൂർവകം. 6, സജ്ജനങ്ങളുമായി മാത്രം സംസർഗം ചെയ്യുക, ദൈവഭക്തി ഇല്ലാത്തവരോട് ബന്ധുത്വമരുത്. 7, നിൻ്റെ വീട്ടിൽ പരദൂഷണത്തിൻ്റെ ഒരു വാക്കുപോലും കേൾക്കുവാൻ ഇടയാക്കരുത്. 8, ഉള്ളത് കൊണ്ട് സംതൃപ്തനാകുക, അത് ന്യായമായ അധ്വാനം കൊണ്ട് വർദ്ധിപ്പിക്കുക. അന്യനെ വഞ്ചിച്ച് ധനികനാകുന്നവൻ ദുർഭകനാണ്. 9, അപരന് നന്മ ചെയ്യാത്ത ദിവസം നീ അത്താഴം ഉണ്ണരുത്. 10, ലുബ്ധൻ്റെ പണത്തിന് പുഴുക്കുത്ത് പിടിക്കും. 11, സാക്ഷാൽ സ്നേഹിതൻ 1001 മാത്രം. 12, കട്ടവസ്തു കത്തിപ്പോവുമേ. 13, വേലക്കാർക്ക് ന്യായമായ കൂലി നൽകുക. 14, ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും അടക്കം പാലിക്കുക. 15, ക്ഷമയ്ക്ക് അറുതി കൽപ്പിക്കരുത്, അതിൻ്റെ പ്രമാണം എന്നും എവിടെയും ഏവരോടും എന്നതാണ്. 16, നല്ല പുസ്തകങ്ങൾ ധാരാളം വായിക്കുക, ചീത്ത പുസ്തകം സൂക്ഷിക്കുന്നവൻ വൈക്കോലിൽ തീ സൂക്ഷിക്കുകയാണ്. 17, ദൈവഭയമുള്ളവരെ മാത്രമേ വീട്ടുജോലിക്കായി എടുക്കാവൂ, അവരുടെ എണ്ണം ചുരുങ്ങിയിരിക്കണം, അവരുടെ ആധ്യാത്മിക കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. 18, ദൈവം നൽകിയ മക്കളെ വിശുദ്ധരായ ദൈവത്തിന് ഏൽപ്പിക്കാത്ത മാതാപിതാക്കന്മാർക്ക് വിധി ദിവസം ഭയാനകമായിരിക്കും. അതിനാൽ മക്കൾ ദിവസം തോറും ദൈവപ്രസാദത്തിൽ വളർന്നു വരുവാൻ എല്ലാവിധ മുൻകരുതലുകളും ചെയ്യുക. 19, ഒരു തറവാടിൻ്റെ ബഹുമാനവും ഭാഗ്യവും യാതൊരു വഴക്കുമില്ലാതെ എല്ലാവരോടും സമാധാനമായിരിക്കുന്നത്രേ. നീരസങ്ങളെക്കുറിച്ച് പകരം വീഴ്ച ചെയ്യുവാൻ മൃഗങ്ങൾക്ക് കൂടിയും ശക്തിയുണ്ട്. എന്നാൽ അവയെ സാരം വയ്ക്കാതെ വെറുക്കുന്നത് മഹാശക്തിയും വിവേകവുമാണ് എന്നാണ്
ചാവറാച്ചൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചാവറാച്ചൻ്റെ ഒരു 19:5 സന്ദേശമായിട്ടത്. ഇനി നമുക്ക് ചാവറാച്ചനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരള ക്രിസ്ത്യ സഭയ്ക്ക് നവജീവൻ പകരുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായ മാർ കുര്യാക്കോസ് ഏലിയാസ് പിതാവേ, അങ്ങേ എളിയ മക്കളായ ഞങ്ങൾ അങ്ങയെ വണങ്ങി നമസ്കരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാവരം അങ്ങിൽ ഒട്ടും നഷ്ടമായി പോകാതെ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ ദൈവേഷ്ടത്തോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ജീവിച്ചതിനാൽ ദൈവം അങ്ങിൽ സംപ്രീതനായി. ദൈവസ്തുതിക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി നിരവധി മഹത്തായ കാര്യങ്ങൾ അങ്ങയെക്കൊണ്ട് ചെയ്യിക്കുകയും അങ്ങേ ആത്മാവിനെ വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിൽ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രിയമുള്ള പിതാവേ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എരിഞ്ഞിരുന്ന ഏലിയ പ്രവാചകനെ പോലെ ദൈവിക തീഷ്ണതയോടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച അങ്ങയെ അനുകരിച്ച് അങ്ങേ മക്കളായ ഞങ്ങളും ദൈവത്തിന് പ്രീതികരമാം വിധം ജീവിക്കുന്നതിന് വേണ്ട ദൈവകൃപയും അതോടുകൂടി ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളും ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അങ്ങേ മധ്യസ്ഥം വഴി ലഭിച്ചു തരണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ആമേൻ. പിന്നെ സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയവും ഒരു പിതാവിനും പുത്രനും വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വഴി വിശുദ്ധനായ ചാവറാച്ചൻ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഇത് പ്രാർത്ഥിച്ച് നോക്കുക. ഇന്നത്തെ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ സ്ഥലത്ത് പോകാത്തവരുണ്ടെങ്കിൽ പോകാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായും പോയി നോക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നല്ല വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.